അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ് വമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ഖ ലൻ ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. മദീനയിലെ മുശ്രിക്കുകൾക്കിടയിൽ ഇസ്ലാം കടന്നു വരുന്നതിന് മുൻപ് ഒരു ആചാരമുണ്ടായിരുന്നു. തങ്ങൾക്ക് ഉണ്ടാകുന്നത് ആൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങൾ ജൂതനാക്കി വളർത്താം എന്ന് നേർച്ച നേരുന്നൊരു ഏർപ്പാട്. ഇതനുസരിച്ച് ഒരുപാട് മുശ്രിക്കുകളുടെ മാതാപിതാക്കളുടെ മക്കൾ ജൂത സമുദായത്തിൽ വളർന്നു വന്നിരുന്നു. ജൂതന്മാരായ 3 തറവാടുകളാണ്, 3 ഗോത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ബനു ഖൈനുഖാവും ബനു നദീറും ബനു ഖുറൈദയും. ഈ 3 ഗോത്രങ്ങളിലായി അറബികളുടെ മുശ്രിക്കുകളുടെ മക്കൾ ജൂതന്മാരായി വളർന്നവരായിട്ടായിരുന്നു. അതിനുശേഷം ഇസ്ലാം കടന്നു വന്നു. മുശ്രിക്കുകളിൽപ്പെട്ട പലരും ഇസ്ലാം സ്വീകരിച്ചു. ജൂതന്മാരിൽ ചിലരും ഇസ്ലാം സ്വീകരിച്ചു. ഇതിനുശേഷം ഇസ്ലാമിക രാഷ്ട്രത്തോട് കരാറുണ്ടാക്കിയ ജൂത സമുദായങ്ങൾ അവർ ആ കരാറ് കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യദ്രോഹം പ്രവർത്തിച്ച സമയത്ത് ബനൂ നദീറുകാരെ മദീനയിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. മദീനയിൽ നിന്ന് ബനൂ നദീറുകാർ പുറത്താക്കപ്പെടുമ്പോൾ ബനൂ നദീറുകാരോടൊപ്പം ജൂതന്മാരായി മാറിയ തങ്ങളുടെ മക്കളുമുണ്ട് എന്ന് വസ്തുത അവിടെ മുസ്ലിങ്ങളായി തീർന്ന മുൻപ് മുശ്രിക്കുകളായിരുന്ന ആളുകൾ മാതാപിതാക്കൾക്ക് വലിയ അലോസരമുണ്ടാക്കി. അവർ പ്രവാചകന്റെ സന്നിധിയിൽ എത്തിക്കൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ബനൂ നദീറുകാരോടൊപ്പം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വിടില്ല. അവരെ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരും. അവർ ഞങ്ങളോടൊപ്പം ഇവിടെ തന്നെ താമസിക്കും. ഈ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് സബബുൻ നുസൂൽ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. ഖുർആനിന്റെ ആയത്തുകളുടെ അവതരണ സന്ദർഭം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഈ സൂറത്ത് തുടങ്ങുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു ബലാത്കാരവുമില്ല, നിർബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ മക്കളായിരിക്കാം, പക്ഷെ ഇവർ ഇപ്പോൾ വളർന്നു വരുന്നത് ജൂതന്മാരായിക്കൊണ്ടാണ്. ആ ജൂതന്മാരായി വളരുകയും അവർക്ക് ജൂത സമുദായത്തിൽ അംഗത്വം ലഭിക്കുകയും ജൂതാദർശമാണ് സത്യമെന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിച്ചു കൊടുക്കുക എന്നല്ലാതെ അവരെ നിർബന്ധിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം കൂട്ടാൻ, നിർബന്ധിച്ചുകൊണ്ട് മുസ്ലിങ്ങളാക്കി ഇവിടെ താമസിപ്പിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു പോംവഴിയുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായി തന്നെ മതത്തെയും മതം മാറ്റത്തെയും കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നുള്ള ആശയം മക്കയിലെ ആശയമല്ല, അത് മദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട വചനമാണ്. മക്കയിൽ ഇസ്ലാമിന് അധികാരമില്ലാതിരുന്ന സമയത്ത് പറഞ്ഞതാണ് ഈ വചനം എന്ന് അഭിപ്രായപ്പെടുന്ന ചില ഇസ്ലാം വിമർശകന്മാരുണ്ട്. അങ്ങനെയല്ല വസ്തുത. മറിച്ച് മദീന കാലഘട്ടത്തിന്റെ ഒരുപാട് നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബനൂ നദീറുകാരെ പുറത്താക്കുന്ന സന്ദർഭം ഉണ്ടാകുന്നത്. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. മതത്തിന്റെ കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സന്മാർഗത്തെ ദുർമാർഗത്തിൽ നിന്ന് വേർതിരിച്ചു കൊടുക്കുക എന്നല്ലാതെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ, പ്രകോപനങ്ങളിലൂടെ, നിർബന്ധത്തിലൂടെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചുകൊണ്ട് മതം സ്വീകരിപ്പിക്കുന്ന ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിക ആദർശം അതിന് അനുവാദം നൽകുന്നില്ല. അത് എന്തിന്റെ പേരിലാണെന്നെങ്കിലും മതം അടിച്ചേൽപ്പിക്കുവാൻ ഇസ്ലാം ആർക്കും അധികാരം നൽകുന്നില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിക ചരിത്രവും അതിന് സാക്ഷിയാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ആരുടെ മേലെങ്കിലും ഇസ്ലാം അടിച്ചേൽപ്പിച്ചതായി ഒരു സംഭവമെങ്കിലും ഉദ്ധരിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. ഇസ്ലാമിക ചരിത്രത്തിന്റെ 14 നൂറ്റാണ്ടുകൾക്കിടക്ക് ഇസ്ലാമിനെ അവരുടെ ബോധത്തോടു കൂടിയല്ലാതെ അടിച്ചേൽപ്പിച്ചതായി, ആ ഒരു ആദർശം എന്നുള്ള നിലക്ക് അടിച്ചേൽപ്പിച്ചതായി ഉള്ള സംഭവങ്ങളും ഉദ്ധരിക്കുവാൻ സാധ്യമല്ല.
ഇവിടെ ഇസ്ലാം ലോകത്തെങ്ങും അതിൻ്റെ ആദർശത്തിൻ്റെ ഔജ്ജല്യം കൊണ്ട്, അതിൻ്റെ ആദർശത്തിൻ്റെ മാനവികത കൊണ്ട് പ്രചരിക്കുകയും പ്രസരിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഇസ്ലാം ലോകത്ത് വളർന്നു വരികയാണ് ഉണ്ടായത്. ഇന്ത്യ രാജ്യത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണ് എന്നാണ് ചേരമാൻ ജുമാ മസ്ജിദിന്റെ, ഇന്ത്യയിൽ ഏറ്റവും ആദ്യത്തെ പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിക്കുന്നത്. ക്രിസ്താബ്ദം 629 ചേരമാൻ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ചേരമാൻ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ നമുക്കെല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു അത്ഭുതമായി പരിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്ന ചന്ദ്രൻ രണ്ടായി പിളർന്ന അത്ഭുതം, കൊടുങ്ങല്ലൂരിൽ വെച്ച് തന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഭാഗ്യം ലഭിച്ച ചേരമാൻ പെരുമാൾ മഹാരാജാവ് ഇതിന്റെ കാരണം അന്വേഷിച്ച് അന്ന് ഇവിടെയുണ്ടായിരുന്ന കച്ചവടക്കാരോട് സമീപിക്കുകയും അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം നൽകുകയും അങ്ങനെ അദ്ദേഹവും പത്നിയും കൂടി മക്കയിലേക്ക് പുറപ്പെടുകയും മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മാലിക് ദീനാറുടെ നേതൃത്വത്തിലുള്ള 12 പേർ അദ്ദേഹത്തോടൊപ്പം കേരളത്തിലേക്ക് തിരിക്കുകയും കേരളത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഒമാനിലെ സലാലയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാലിക് ദീനാറും കൂട്ടരും കേരളത്തിലെത്തി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. മാലിക് ദീനാറും കൂട്ടരും ചേരമാൻ പെരുമാളിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെത്തിയപ്പോൾ ഇവിടെ ഹിന്ദു രാജാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലുടനീളം 10ഓളം പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് അവർ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നത് കൃത്യമായ രാജാക്കന്മാരുടെ നിർദ്ദേശപ്രകാരവും അവരുടെ തണലിലുമായിരുന്നു. അവർ അമുസ്ലിങ്ങളായിരുന്നു, ഹിന്ദുക്കളായിരുന്നു. ആ ഹിന്ദുക്കളായ രാജാക്കന്മാരുടെ അനുസരണയുള്ള പ്രജകളായി നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിനെ എത്തിക്കുവാനാണ് അവർ ശ്രമിച്ചത്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ചണ്ടാളരുമാകുന്ന വ്യത്യസ്ത ജാതികളും വിഭാഗങ്ങളും ആയി തിരിഞ്ഞിരുന്ന ഇവിടുത്തെ ഹിന്ദു സുഹൃത്തുക്കൾ അവർ ഇസ്ലാമിന്റെ ഏകദൈവാദർശത്തിന്റെ സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന സന്ദേശത്തിന്റെ, ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്നുള്ള ആദർശത്തിന്റെ മാഹാത്മ്യം മാലിക് ദീനാറുടെയും കൂട്ടരുടെയും ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചറിയുകയും ഇസ്ലാമിലേക്ക് അവർ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുകയുമാണ് ഉണ്ടായത്. ആ 14 നൂറ്റാണ്ട് മുമ്പുള്ള ഇസ്ലാമിക ചരിത്രം, കേരളത്തിലെ ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രം, ആ ചരിത്രം മുതൽ ഇന്ന് വരെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം വളർന്നത് ആദർശ പ്രബോധനം പഠിക്കാൻ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷമായി മുസ്ലിങ്ങൾ നിലകൊള്ളുന്നത് ആദർശ പ്രബോധനം വഴി ഇസ്ലാം വളർന്നത് കൊണ്ടാണ്. ഇവിടെ വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ആരെയും അടിച്ചേൽപ്പിക്കുവാൻ ഇസ്ലാം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ചരിത്രത്തിൽ ഇസ്ലാമിനെ ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം ആരെയെങ്കിലും നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനെതിരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കെതിരാണ്. പക്ഷേ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി തന്നെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രം വളച്ചൊടിക്കപ്പെട്ട സംഭവങ്ങളിലൂടെ പോലും കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയുക ലോകത്തെവിടെയും ഇസ്ലാമിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടില്ല എന്ന്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിനെ അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണ്, നിർബന്ധമായ മതപരിവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാമിക സമൂഹം വളർന്നത് എന്ന ഒരു ധാരണ പൊതുവെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കുവാൻ വേണ്ടിയുള്ള, അവരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി പരിശ്രമിച്ച യൂട്ടിലിറ്റേറിയന്മാരായ ചരിത്രകാരന്മാരുടെ ചരിത്രരചനകളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് മാത്രമാണ് ഇസ്ലാം കടന്നു വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാം ഇന്ത്യയിൽ കടന്നു വന്നുകൊണ്ട് അവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തിയെന്ന് നമ്മൾ പറയുന്നു. അതിന് ബ്രിട്ടീഷുകാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുണ്ട് എന്ന് നമ്മൾ ഉദ്ധരിക്കുന്നു. എന്നിട്ട് ഔറംഗസീബ് ആണെങ്കിലും ടിപ്പു സുൽത്താൻ ആണെങ്കിലും എല്ലാം നിർബന്ധിച്ച ആളുകളെ മതപരിവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇസ്ലാമിക സമൂഹം ഇവിടെ വളർന്നത് എന്ന ധാരണ വളർത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം വൈരത്തോടു കൂടി നോക്കുവാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ മാത്രമല്ല ഇസ്ലാം ഉള്ളത് എന്നാണ്.
ഇന്ത്യയിൽ മാത്രമല്ല ഹിന്ദുക്കളും ഉണ്ടായിരുന്നത്. എന്നാൽ ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഇന്തോനേഷ്യയിൽ ഇസ്ലാം കടന്നു ചെല്ലുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്ന് ഏകദേശം 5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇന്തോനേഷ്യയിലേക്ക് ഇസ്ലാം കടന്നു ചെല്ലുന്നത്. ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്നത് ഹിന്ദുക്കളാണ്. ഇന്ത്യയിൽ അതേ ഹിന്ദുമതമായി കൊള്ളണമെന്നില്ല. തീർച്ചയായും അവാന്തരമായ ദർശനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള, ഗുജറാത്തിൽ നിന്നുള്ള കച്ചവടക്കാരും ചില പണ്ഡിതന്മാരുമാണ് ഇന്തോനേഷ്യയിലേക്ക് ഇസ്ലാമുമായി കടന്നു ചെന്നത്. എന്താണ് ഇന്തോനേഷ്യയുടെ ചരിത്രം വിശദീകരിക്കുന്നത്? ആ ഇന്തോനേഷ്യയിൽ ഇസ്ലാം കടന്നു ചെന്നു, അവിടെ ഇസ്ലാം പ്രചരിച്ചു. ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിച്ച ആളുകൾ ആ ഇന്തോനേഷ്യയിൽ വെച്ച് എത്തിയപ്പോൾ അത് മറന്നുപോയോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാം അവിടെ വളർന്നു. ഇസ്ലാം അവിടെ ഇന്ന് 80%, 81% ജനസംഖ്യ മുസ്ലിങ്ങളാണ് അവിടെ. അവരിൽ മിക്കവരും ഹിന്ദുക്കളായിരുന്നു. അവരിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും, ബ്രിട്ടീഷുകാരനെന്നല്ല, ലോകത്താരെങ്കിലും എഴുതിയ ചരിത്രത്തിൽ ഇന്തോനേഷ്യയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സൈനിക നടപടിയിലൂടെ, ഏതെങ്കിലും രൂപത്തിലുള്ള നിർബന്ധം ചെലുത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക പരിവർത്തനം നടന്നതായി ഒരു തെളിവെങ്കിലും ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? അവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കേണ്ട ആവശ്യം ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരൻ കടന്നു വരുമ്പോ അവിടെ കോളനികൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ അവിടങ്ങളിൽ മുസ്ലിങ്ങളായിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ അത്ര ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ പരിശോധിക്കുക, മലേഷ്യ ഇന്ന് 61% മുസ്ലിങ്ങളുള്ള മലേഷ്യയിലേക്കും ഇസ്ലാം കടന്നു ചെല്ലുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. അവിടേക്കും ചെന്നത് ആരാണ്? ഇന്ത്യയിലെ കച്ചവടക്കാർ, ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതന്മാർ. അവരാണ് ഇസ്ലാമിക പ്രബോധനവുമായി മലേഷ്യയിലേക്ക് ചെന്നത് എന്ന് ചരിത്രം വിശദീകരിക്കുന്നു. മലേഷ്യയിലേക്ക് ഇന്ത്യയിൽ ഇസ്ലാമിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിച്ച ആളുകൾക്ക് അവിടെ എത്തിയപ്പോൾ അടിച്ചേൽപ്പിച്ച് പ്രചരിപ്പിക്കുന്ന ഏർപ്പാട് മറന്നുപോയോ? അവിടെയും മലേഷ്യയിലും കൂടുതൽ ഹിന്ദുക്കളും ബുദ്ധന്മാരുമായിരുന്നു. അവരും ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം എങ്ങനെ സ്വീകരിച്ചു? ഇസ്ലാമിനെ അവർ പഠിച്ചു, മനസ്സിലാക്കി. ഇസ്ലാമിന്റെ സൗന്ദര്യം അവർ കൊണ്ടു. അതനുസരിച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയ ഇസ്ലാം സമൂഹം മുസ്ലിങ്ങളായി. അവിടേക്ക് മാത്രമല്ല, അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായി തീർന്നു എന്നത് സത്യം. അതേപോലെ തന്നെ ഫിലിപ്പൈൻസിലേക്ക് ഇസ്ലാമിക പ്രബോധനമാർത്ഥം കടന്നു ചെന്നത് ഇന്ത്യക്കാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യക്കാർ മാത്രമല്ല, മറ്റ് ചൈനയിൽ നിന്നല്ല ഉള്ള ചില ആളുകളും കടന്നു ചെന്നിരുന്നു. ചൈനയിലേക്ക് ഇന്ത്യക്കാർ ഇസ്ലാമിക പ്രബോധനാർത്ഥം കടന്നു ചെന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു ചെന്ന ആളുകൾ അവരാരും തന്നെ നിർബന്ധ മതപരിവർത്തനം നടത്തിയതായി ചരിത്രമില്ല. പക്ഷേ ഇന്ത്യയിൽ മുസ്ലിങ്ങളിൽ നിർബന്ധ മതപരിവർത്തനം നടത്തി. മുസ്ലിങ്ങൾ നിർബന്ധ മതപരിവർത്തനം നടത്തുകയും ഹിന്ദുക്കൾ അമർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഉയർന്നത് എന്ന് പറയുന്ന ആളുകൾ 1000 കൊല്ലത്തോളം മുസ്ലിങ്ങൾ ഭരിച്ച ഇന്ത്യയിൽ അങ്ങനെ നിർബന്ധ മതപരിവർത്തനമെന്ന ഒരാശയം അവരുടെ ഒരാദർശമായി കൊണ്ടു നടന്നിരുന്നെങ്കിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷമായി മുസ്ലിങ്ങൾ നിലനിൽക്കുമോ എന്ന് ചിന്തിക്കുവാനുള്ള വിവേകമെങ്കിലും കാണിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാനിതിവിടെ പറയുന്നത് വളരെ പ്രത്യേകമായി ചില ഹിന്ദു മതപണ്ഡിതന്മാരും ചരിത്രത്തിന്റെ തോലണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകളും ടെലിവിഷനുകളിലെല്ലാം പ്രത്യക്ഷപ്പെട്ട് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിക വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില അവതാരകന്മാരും ചില സംസാരകന്മാരും അവരെല്ലാവരും തന്നെ ഇങ്ങനെ ഇന്ത്യയിൽ ഔറംഗസീബിന്റെയും ടിപ്പു സുൽത്താന്റെയും കാര്യം പറഞ്ഞ് ഇവിടെ നിർബന്ധ മതപരിവർത്തനമാണ് നടന്നത് എന്ന് ആവർത്തിച്ച് കളവ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഔറംഗസീബോ അഥവാ ടിപ്പു സുൽത്താനോ നിർബന്ധിച്ച് ആരെയെങ്കിലും മതത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ സിംഹാസനത്തിന് നിരക്കുന്നതല്ല അത് എന്ന് പറയാൻ മുസ്ലിങ്ങൾക്ക് ആർക്കൊരു മടിയില്ല. പക്ഷേ അത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് അങ്ങനെ അവരെ കുറിച്ച് പറയുന്നത്. അവരെ കുറിച്ചെന്നല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിക ആദർശത്തെ ഒരു കാരണവശാലും നിർബന്ധിച്ചുകൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ആദർശം ആ രൂപത്തിലുള്ളതാണ്. അത് ജീവിതത്തിന്റെ സമ്പൂർണമായ പരിവർത്തനം ആവശ്യപ്പെടുന്ന ഒരു ആദർശം. ആദർശത്തെ ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെല്ലാതെ ഒരിക്കലും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. ഇവിടെ പലപ്പോഴും പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ പ്രചരിപ്പിച്ച് ബ്രിട്ടീഷുകാരൻ അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ശത്രുക്കൾക്കെതിരെ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഇത്തരം കഥകളെന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാം ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരനെതിരെ അതിശക്തമായി പോരാടി
വീരമൃത്യു പ്രാപിച്ച വ്യക്തി എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ടിപ്പു സുൽത്താൻ ബോംബെയിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവിന്റെ മകനായിരുന്ന ഭഗവാൻ ഗിദ്വാനി എഴുതിയ ദ സോൾ ഓഫ് ടിപ്പു സുൽത്താനിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ ആദ്യത്തെ മനുഷ്യൻ ടിപ്പു സുൽത്താൻ അതാണ്. അങ്ങനെ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ ആദ്യത്തെ മനുഷ്യൻ ടിപ്പു സുൽത്താൻ പടക്കളത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരനെതിരെ പോരാടി പടക്കളത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ട വളരെ 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 ചരിത്രത്തിൽ വളരെയധികം ദുർലഭമായ വ്യക്തിത്വങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന പടക്കളത്തിൽ വെച്ച് പോരാടി മരിക്കുക എന്ന രാജകീയ ദൗത്യം നിർവഹിച്ച ടിപ്പു സുൽത്താൻ, ആ ടിപ്പു സുൽത്താൻ ഇവിടെ അമുസ്ലിങ്ങളെ നിർബന്ധിച്ച് ഇസ്ലാമാക്കിയ ആളുകളാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പൂർണ്ണയായ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന്റെ സൈനിക വ്യൂഹത്തിൽ ഒരുപാട് ഹിന്ദുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അതൊന്നും തന്നെ പലപ്പോഴും ഇങ്ങനെ ചരിത്രത്തെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഈ ആളുകൾക്ക് പഥ്യമല്ല. ഒറ്റപ്പെട്ട സന്ദർഭങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട്, ആരെങ്കിലും എഴുതി വെച്ച കാര്യങ്ങളെ പ്രത്യേകം എടുത്തു കാണിച്ചുകൊണ്ട് അതിന് തങ്ങളുടേതായ വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. സങ്കടകരമാണ് കാര്യം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. പലപ്പോഴും ഈ ചരിത്ര രചന എത്രത്തോളം അബദ്ധജടിലമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൂർഗ് കീഴടക്കിയപ്പോ ആ സമയത്ത് അദ്ദേഹം ടിപ്പു സുൽത്താൻ ഇസ്ലാം സ്വീകരിപ്പിച്ച, നിർബന്ധിച്ച് മുസ്ലിങ്ങളാക്കിയ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് രേഖകൾ പരിശോധിച്ചാൽ മതി. 70,000 ആളുകളെ കൂർഗിൽ വെച്ച് ഇസ്ലാം സ്വീകരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അന്ന് ടിപ്പു സുൽത്താന്റെ കാലത്ത് കൊടകിൽ 70,000 പോയിട്ട് 35,000 ജനസംഖ്യ 35,000 ഇല്ല. അങ്ങനെയുള്ള കൂർഗിൽ 70,000 ആളുകളെ നിർബന്ധിച്ച് മുസ്ലിങ്ങളാക്കി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്റെ ചരിത്ര വിസർജ്യങ്ങൾ തലയിലേറ്റി ഇന്ത്യയിലെ സുഹൃത്തുക്കളായ സഹോദരങ്ങളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ ആളുകളോട് നമുക്ക് വളരെ സങ്കടത്തോടുകൂടി പറയാനുള്ളത്, ടിപ്പു വന്നല്ല, നമ്മുടെ രാഷ്ട്രപിതാക്കളെല്ലാം പഠിപ്പിച്ച ആ നമ്മുടെ നാടിനോടുള്ള നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധമാകണമെന്നാണ്. ടിപ്പു സുൽത്താന്റെ മൃതദേഹം കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ വാവിട്ട് കരഞ്ഞിരുന്ന ഹിന്ദു സഹോദരിമാരാണ്. ആ ടിപ്പു സുൽത്താനെ ശ്രീഹരിക്കോട്ടയിൽ ബ്രിട്ടീഷുകാരന് അവിടെ അദ്ദേഹത്തെ ബന്ദിയാക്കിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉപവാസം അനുഷ്ഠിച്ചിരുന്നത് അവിടുത്തെ ബ്രാഹ്മണന്മാരായിരുന്നു എന്ന് കാണാൻ കഴിയും. അതിന് കാരണം അദ്ദേഹം സൃഷ്ടിച്ച ഒരു സമൂഹത്തിന്റെ ചിത്രം അതായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ വെള്ളപൂശുവാനോ ഒരു രാജാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം, അദ്ദേഹത്തിന് അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതൊന്നും തന്നെ വെള്ളപൂശുവാൻ നമ്മളാളല്ല. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിർബന്ധിച്ച് മതം പരിവർത്തനം നടത്തലാണ് എന്നും ആ മതപരിവർത്തനമാണ് ഇന്നും ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പരിശുദ്ധ ഖുർആന്റെ പ്രയോഗവൽക്കരണമാണ് അവർ ചെയ്യുന്നത് എന്നും അത് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് ടിപ്പുവിന്റെ ഉദാഹരണം എടുത്തുകൊണ്ട് സൂചിപ്പിക്കുമ്പോൾ അത് ചരിത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നു എന്ന് മാത്രം. ഇത്തരം അബദ്ധങ്ങളിൽ, ഇത്തരം തെറ്റുകളിൽ, ഇത്തരം മിഥ്യകളിൽ, ഇത്തരം പച്ചക്കള്ളങ്ങളിൽ ഒരിക്കലും തന്നെ നമ്മുടെ സമൂഹത്തെ അഭിരമിക്കുവാൻ വേണ്ടി വിടരുത് എന്നാണ് വളരെ വിനീതമായി നമ്മൾ എല്ലാ സുഹൃത്തുക്കളോടും നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മൾ ഇന്ത്യക്കാർക്കുള്ള നിലക്ക് സുഹൃത്തുക്കളായി സഹോദരങ്ങളായി ജീവിക്കേണ്ടവരാണ്. വ്യത്യസ്ത മതങ്ങളുണ്ട്, ഇവിടെ മതവിശ്വാസികളുണ്ട്. അവർ പരസ്പരം സംവേദനത്തിലൂടെ അവർ സ്വന്തം മതമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അവരനും അത് വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതുകയും ആ സ്വാതന്ത്ര്യം അവരനും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ സാർത്ഥകമാക്കുന്ന രൂപത്തിലുള്ള ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഭാരതത്തിന് ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുക, ലോകത്തിന്റെ നെറുകയിലേക്ക് പോകാൻ കഴിയുക. അതല്ലെങ്കിൽ ഇവിടെയെന്നും കലാപങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പരസ്പരമുള്ള വിദ്വേഷവും മാത്രമായിരിക്കും നാടിന്റെ പുരോഗതിക്കായിരിക്കും അത് തടസ്സമാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതിന് സർവശക്തൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.